Hi, hello everyone. It's me, CA Sanjay. Welcome to Auditing Capsule series. So today we are going to learn the difference between TCWG as well as management. See, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഒരുപാട് സ്ഥലത്ത് TCWG എന്ന വാക്കും മറ്റു കുറെ സ്ഥലത്ത് മാനേജ്മെന്റ് എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റർ യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ദിസ് മാറ്റർ ടു ദ TCWG. ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റർ യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ദിസ് മാറ്റർ ടു ദ മാനേജ്മെന്റ് ആസ് വെൽ ആസ് TCWG. സർ, ഇത് രണ്ടും ഒന്നാണോ, ഇത് രണ്ടും ഡിഫറെന്റ് ആണോ? ലെറ്റ്സ് സീ ദ ഡിഫറൻസ്. TCWG, ഇവിടെ ഞാൻ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്താണ് ഇതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, വി വിൽ ഡിസ്കസ് ലേറ്റർ. TCWG, ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ്. ഈ ഗവർണൻസ് എന്ന വാക്ക് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് ഓവർസീയിങ് എന്നുള്ളതാണ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഓവർസീയിങ്, ഓവർ മേൽ സീയിങ് നോട്ടം, മേൽനോട്ടം വഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ് എന്ന് വിളിക്കുന്നത്. ആരാണോ ഒരു കമ്പനിയിലെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത്, അതായത് ഈ പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ, എല്ലാ മാനേജേഴ്സും അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ കൃത്യമായിട്ടും ചെയ്യുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ്. സോ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഡെഫിനേഷൻ നോക്കുവാണെങ്കിൽ ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ് എന്ന വാക്കിന്റെ മീനിങ് പോളിസീസ്, റൂൾസ് വിച്ച് ഇസ് നീഡഡ് ടു റൺ ആൻ ഓർഗനൈസേഷൻ സ്മൂത്ത്ലി. ഒരു സ്ഥാപനം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ അവിടെ ഒരുപാട് പോളിസീസ് വേണം. അപ്പൊ ഈ പോളിസീസ് ഉണ്ടാക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മൾ ആർക്കാണോ അസൈൻ ചെയ്തിട്ടുള്ളത്, ചാർജ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം അവിടെ അസൈൻഡ് അല്ലെങ്കിൽ എൻട്രസ്റ്റഡ് എന്നാണ്. ഓക്കെ, ചാർജ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അസൈൻഡ് അഥവാ എൻട്രസ്റ്റഡ് എന്നാണ്. ഓക്കെ, സോ ഈ ഒരു സ്ഥാപനം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ അവിടെ നമുക്ക് പോളിസീസ് വേണം, റൂൾസ് വേണം. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ആർക്കാണോ അസൈൻ ചെയ്തിട്ടുള്ളത് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? TCWG എന്ന് വിളിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ ABC ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ട്. അവിടുത്തെ റൂൾസ്, പോളിസീസ് ഇതൊക്കെ ഉണ്ടാക്കേണ്ട റെസ്പോൺസ് നമ്മൾ അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഏൽപ്പിച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയി അവിടുത്തെ TCWG. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? സോ ദോസ് പീപ്പിൾ ഓർ ഓർഗനൈസേഷൻ ഹു ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ടു ഫ്രെയിം ദ റൂൾസ്, പോളിസീസ് എക്സെട്ര, അവരാണ് TCWG എന്ന് പറയാം. ഈ TCWG ഫ്രെയിം റൂൾസ്, പോളിസീസ് ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണ്ടേ? ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? മാനേജ്മെന്റിനാണ്. സത്യടാ, TCWG ഫ്രെയിം ചെയ്ത പോളിസീസ്, റൂൾസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആരാണ്? മാനേജ്മെന്റ് ആണ്. Okay, so the persons with the executive responsibilities. So management കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിനൊക്കെ റെസ്പോൺസിബിലിറ്റി എടുക്കുക. സോ ഈ TCWG എടുക്കുന്ന ഡിസിഷൻസ് ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് ആര്? മാനേജ്മെന്റ്. ഓക്കെ ആണോ? സോ അതേസമയം TCWG എന്ന് പറഞ്ഞാൽ അവർ ഓവർസീ ചെയ്യും. മാനേജ്മെന്റ് അവരുടെ എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ടും ചെയ്യുന്നുണ്ടോ എന്ന് മുകളിൽ നിന്ന് ഓവർസീ ചെയ്യുന്ന ആൾക്കാരാണ് ആര്? TCWG. So TCWG ആണ് മാനേജ്മെന്റിനെക്കാളും ഒരുപടി മുകളിലുള്ളത്. ഓക്കെ, സോ TCWG are those persons or organizations with the responsibility of overseeing എന്ന് പറഞ്ഞാൽ സ്ക്രൂട്ടനൈസ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, മേൽനോട്ടം വയ്ക്കുക. മേൽനോട്ടം, ഓവർസീയിങ്. സോ ഓവർസീയിങ് ദ സ്ട്രാറ്റജിക് ഡയറക്ഷൻസ് ഓഫ് ദ എൻറ്റിറ്റിയുടെ സ്ട്രാറ്റജിക് ഡയറക്ഷൻസ്, എൻറ്റിറ്റി ശരിയായ ദിശയിലാണോ പോകുന്നത്, ഇതൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടതാരാണ്? ഇതൊക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ടതാരാണ്? TCWG. മാനേജ്മെന്റ് അവരുടെ എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ടും ചെയ്യുന്നുണ്ടോ എന്ന് ഓവർസീ ചെയ്യേണ്ടത് ആരാണ്? TCWG ആണ്. ഓക്കെ ആണോടാ? സോ പേഴ്സൺസ് ഓർ ഓർഗനൈസേഷൻസ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓവർസീയിങ് ദ സ്ട്രാറ്റജിക് ഡയറക്ഷൻസ് ആൻഡ് ഒബ്ലിഗേഷൻസ് റിലേറ്റഡ് ടു അക്കൗണ്ടബിലിറ്റീസ് ഓഫ് ദ എൻറ്റിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളുകളാണ് ആര്? TCWG. ഫൈൻ ആണോടാ? യെസ്, ഫൈൻ. മനസ്സിലായി സർ. സോ TCWG എന്ന് പറയുന്നതാണ് ദ പേഴ്സൺ ഹു ഈസ് ഫ്രെയിമിംഗ് ദ റൂൾസ്, പോളിസീസ്, ഡിസിഷൻസ് എടുക്കുന്ന ആള്, ഓവർസീ ചെയ്യുന്ന ആളുകൾ. ആ എടുത്ത ഡിസിഷൻസ് ഒക്കെ എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ആർക്ക്? മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷനിലെ എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി, ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി, ഡേ ടു ഡേ ഓപ്പറേഷൻസ്, അതുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ആണ് ആർക്കുള്ളത്? മാനേജ്മെന്റിനുള്ളത്. ഓക്കെ ആണോടാ? യെസ്. ഒരുപാട് കുട്ടികൾ തെറ്റായി ധരിക്കുന്ന ഒരു കാര്യമാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന TCWG. ശരിയാവാം, പക്ഷെ എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് TCWG തന്നെ ആകണം എന്നില്ല. സേ ഫോർ എക്സാമ്പിൾ അതായത് ഒരു കമ്പനി, ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവിടുത്തെ റൂൾസ്, റെഗുലേഷൻസ്, പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്തു. ഓക്കെ ആണോ? എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ അതിൽ നിന്നും ഒരു 2-3 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തു. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ഒരു 2-3 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡ് ആയെന്ന് വിചാരിക്കാം. സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റൂൾസും ഫ്രെയിം ചെയ്യുന്നുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് എക്സിക്യൂട്ടും ചെയ്യുന്നുണ്ട്. സോ ചില സമയത്ത് TCWG മാനേജ്മെന്റും ഒന്ന് തന്നെ ആവാം. സേ ഫോർ എക്സാമ്പിൾ എന്റെ ഫേമിന്റെ പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്ത് ഞാനാണ്. ആരെത്ര മണിക്ക് വരണം, എങ്ങനത്തെ ഡ്രസ്സ് ഇടണം, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന മുന്നേ എന്റെ ഓതറൈസേഷൻ ആകണം, ഇനി എന്റെ അഭാവത്തിൽ ആരുടെ ഓതറൈസേഷൻ എടുക്കണം, ഇതുപോലത്തെ ഒരുപാട് പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്തത്
ഞാനാണ്. അപ്പൊ ഞാനാണ് അവിടുത്തെ TCWG. കാരണം പോളിസീസ് ആരാണോ ഫ്രെയിം അവരാണല്ലോ TCWG. അത് എക്സിക്യൂട്ട് ചെയ്തതും ഞാൻ തന്നെയാണ്. അത് എന്റെ എംപ്ലോയീസിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്. സോ ഞാൻ തന്നെയാണ് TCWG, ഞാൻ തന്നെയാണ് മാനേജ്മെന്റ്. സോ ചില സ്ഥാപനങ്ങളിൽ, അതായത് ഈ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ TCWG മാനേജ്മെന്റും ഒക്കെ മിക്കവാറും ഒന്ന് തന്നെയായിരിക്കും. വലിയ വലിയ സ്ഥാപനങ്ങളിൽ പോകുന്ന സമയത്ത് ഈ എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാൻ വേണ്ടി നമ്മൾ സെയിൽസ് മാനേജർ, പർച്ചേസ് മാനേജർ, HR മാനേജർ, ഒരുപാട് മാനേജേഴ്സിനെയും അവരുടെ എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ ഈ മാനേജ്മെന്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ടും ചെയ്യുന്നുണ്ടോ എന്ന് അവരെ ഓവർസീ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ടീം ഉണ്ടാവും. അവരാണെന്ത് TCWG. സോ ഐ ഹോപ്പ് TCWG വേഴ്സസ് മാനേജ്മെന്റ് അത്യാവശ്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ക്രക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്നത് മാനേജ്മെന്റ് കൃത്യമായിട്ടും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, ഓവർസീ ചെയ്യുന്നത് TCWG. So TCWG is the persons who is entrusted with the overseeing responsibility, oversee ചെയ്യുക, strategic directions, പോളിസീസ് ഫ്രെയിം ചെയ്യുക. ഇതൊക്കെ മാനേജ്മെന്റ് അല്ല, TCWG ആണ് ചെയ്യുക. സോ ഓർഗനൈസേഷന്റെ പോളിസീസ് ഒക്കെ ആരാണ് ഫ്രെയിം ചെയ്തത്? TCWG. ഈ ഫ്രെയിം ചെയ്ത പോളിസി ഒക്കെ എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി ആരാണ്? മാനേജ്മെന്റ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ജസ്റ്റ് ഒരു കാര്യം കൂടി, അതായത് ഒരു കാര്യം കൂടെ, അതായത് TCWG മാനേജ്മെന്റ് ചില സമയത്ത് ഒന്ന് തന്നെ ആവാം, ചില സ്ഥാപനങ്ങളിൽ അത് എൻറ്റയർലി ഡിഫറെന്റ് ആവാം. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ്. സോ ഐ ഹോപ്പ് ദിസ് ടോപ്പിക് ഈസ് ക്ലിയർ ടു യു. ഫോർ മോർ സച്ച് കൈൻഡ് ഓഫ് കണ്ടന്റ്സ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ഇന്നത്തെ നമ്മുടെ ഓഡിറ്റിംഗ് കോൺസെപ്റ്റ് സീരീസ്. താങ്ക് യു.